മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഇവിടെ യേശു എൻ്റെ ഈ വചനങ്ങൾ എന്ന് പറയുന്ന മത്തായി 5, 6, 7 മലയിലെ ആ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ എല്ലാ വചനവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്, ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പ്രത്യേകിച്ചും ഇപ്പോൾ യേശു പറഞ്ഞ മത്തായി 5, 6, 7 പറഞ്ഞ ഉപദേശങ്ങൾ, ഈ കാര്യങ്ങൾ ചെയ്യാത്തവൻ, ഈ കാര്യങ്ങൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, ഒരു പെരുമാറ്റം അതുള്ളവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനുമല്ല. ഇപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് നമുക്കറിയാം. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവെന്ന് ഒരുത്തൻ ഏറ്റുപറയുന്നുവെന്നർത്ഥം. അപ്പം അങ്ങനെ രക്ഷിക്കപ്പെട്ട അനേക ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇന്ന് ഭൂമിയിൽ. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളുണ്ടായിരിക്കാം. പക്ഷേ അവരെല്ലാവരും യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കർത്തൃത്വം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ പറയുന്നതനുസരിച്ച് പിന്നീട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ? അഥവാ യേശുവിൻ്റെ ഈ വചനങ്ങൾ വിശ്വസിക്കുന്ന അവരോട് യേശു പറഞ്ഞത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ വാസ്തവമായും എൻ്റെ വചനത്തിൽ നിലനിന്നാൽ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യും. അപ്പോൾ വിശ്വസിക്കുന്നവരോട് പറയുന്നത്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതാണ് നിങ്ങൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇതാണ്, ഇത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് പറയുന്നു. പക്ഷേ ഈ യേശു കൊടുക്കുന്ന വചനം ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർ എന്നെ കർത്താവെന്ന് മാത്രം പറയുന്നു, പക്ഷേ വചനം ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്നാണ് ഇവിടെ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവെന്ന് പറയുകയും യേശു അവർക്ക് പല ഗിഫ്റ്റുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അതുപോലെ രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പോസ്തലന്മാർക്കും യേശുവിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് ഇത്. ദൈവം തൻ്റെ ഗിഫ്റ്റുകളെക്കുറിച്ച്, താൻ കൊടുക്കുന്ന വരങ്ങളെക്കുറിച്ച്, ഗിഫ്റ്റുകളെക്കുറിച്ച്, ദാനങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല, അതായത് തിരിച്ചെടുക്കുകയില്ല. അപ്പോൾ ദൈവം ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റുകളും കൊടുക്കുന്നു. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, വിശ്വസിക്കാത്തവർക്കും ദൈവം എല്ലാ മനുഷ്യർക്കും ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ ആത്മീയമായ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ആ ഗിഫ്റ്റുകൾ കിട്ടിയവർക്ക് ആ ഗിഫ്റ്റുകൾ എക്സർസൈസ് ചെയ്യാം, രോഗശാന്തി നൽകാം. രോഗശാന്തി ഉപയോഗിച്ച് രോഗശാന്തി പ്രത്യേക വരമുള്ളവർക്ക് പ്രത്യേകമായ രീതിയിൽ രോഗശാന്തി കൊടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും മറ്റുള്ള രോഗികൾ വിശ്വസിക്കുന്ന ഏവർക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. എന്നാൽ പ്രത്യേകമായ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് നമ്മൾ എക്സർസൈസ് ചെയ്യാം, ഭൂതങ്ങളെ പുറത്താക്കാം. അപ്പോൾ ഇതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. പക്ഷേ ചോദ്യം അതല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ടോ? ആ ഫലം കായ്ക്കുവാനായിട്ടാണ് നമുക്ക് ഈ വചനം തന്നിരിക്കുന്നത്. ഈ വചനങ്ങൾ അനുസരിക്കാൻ താല്പര്യമുണ്ടോ? അഥവാ രൂപാന്തരപ്പെടുവാൻ താല്പര്യമുണ്ടോ? മനസ്സ് പ്രാകൃത വീണുപോയ മനുഷ്യനിൽ നിന്ന് ദൈവിക സ്വഭാവത്തിലേക്ക് അനുരൂപപ്പെടുവാൻ മനസ്സുണ്ടോ? അപ്പോൾ ആ അനുരൂപപ്പെടുവാനായിട്ടാണ് ഈ വചനങ്ങൾ തന്നിരിക്കുന്നത്. ആ വചനം ചെയ്യാൻ താല്പര്യമില്ലാതെ തന്നെ യേശു കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന അനേക മനുഷ്യരുമുണ്ട്. പക്ഷേ ഇത്
നെല്ലും പതിരും തമ്മിൽ ദൈവം വേർതിരിക്കും. അപ്പോൾ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അത് ആ കർത്താവായിട്ട് യേശുവിൻ്റെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ വചനത്തെ സ്വീകരിച്ച് അത് അനുസരിക്കണമെന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. അത് എത്ര ദൈവത്തിൻ്റെ കരുണ നമ്മളെ അനുഗമിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ ദൈവം തരും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് അതിനെ അവഗണിച്ച് കളഞ്ഞാൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ദൈവവചനം തന്നിരിക്കുന്നത് അത് നമുക്ക് അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനാണ്. അപ്പോൾ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും, അപ്പോൾ യേശുവിൻ്റെ ഈ വചനങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പരാമർശിക്കുന്നത് മത്തായി 5:6-7 പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, എല്ലാ വചനം യേശുവിൻ്റെ വായിൽ വന്ന എല്ലാ വചനവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റായിട്ട് നമുക്കിതെടുക്കാം. ഈ മത്തായി 5:6-7 പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ